ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഈ ഒരു ചിരവ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് മീഷോ എന്നാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ മീഷോ എന്നാട്ടോ. നല്ല അടിപൊളി ഒരു പ്രൊഡക്റ്റ് കിട്ടോ. ഇതുപോലുള്ള പ്രൊഡക്റ്റൊക്കെ ഒരുപാടുണ്ട് മീഷോയിൽ. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് അങ്ങനെ പതിയെ നിങ്ങളെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരുന്നതാണ് കേട്ടോ. അപ്പം ഈ ഒരു ചിരവിനെ കുറിച്ച് പറയാം. നല്ല അടിപൊളി ഫിനിഷിങ്ങിൽ വരുന്ന ഒരു ചിരവ. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ഫിനിഷിങ്ങിലാണ് ഇത് വരുന്നത് എന്നുള്ളത്. പിന്നെ അതാ ഇതിൻ്റെ ബ്ലേഡ് ആണെങ്കിലും നല്ല ഷാർപ്പായിട്ടുള്ള ബ്ലേഡ് കേട്ടോ. ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെതും അതുപോലെ സ്റ്റീലിൽ വരുന്നതൊക്കെ മീഷോയിലുണ്ട് കേട്ടോ ചിരവ. അപ്പം ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു വുഡൻ്റെതാണ്. ഇതുപോലെ ഈ ഒരു കവറും കൊടുത്തിട്ടുണ്ട്. ഈ ബ്ലേഡിൻ്റെ മേലിടാൻ വേണ്ടിയിട്ടുള്ള ഒരു കവറും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ഉപയോഗിക്കാൻ ചെയ്താൽ ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ ജസ്റ്റ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് തേങ്ങ ചിരവി എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ആവശ്യം കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തു വെക്കാനും സുഖമാണ്. ആ ഒരു പ്ലേസ് അങ്ങനെ എന്താ പറയുക, ഒരു ചിരവയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാതെ നമ്മുടെ ആവശ്യത്തിന് സ്റ്റോർ റൂമിലൊക്കെ എടുത്തിട്ട് തേങ്ങ ചിരവിട്ട് തിരിച്ചെടുത്ത് വെക്കാൻ പാകത്തിനാണ് ഈ ഒരു ചിരവ വരുന്നത്. അപ്പം ഇതിന്റെ പ്രൈസ് 253 രൂപയാണ്. ആ ഒരു പ്രൈസിന് എക്സ്ട്രാ വർത്തുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. എന്തുകൊണ്ട് നമുക്ക് എന്താ പറയാ, അത്രയും ഉപകാരമുള്ള പ്രൊഡക്റ്റുമാണ്, അതുപോലെ അത്രയും ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മഗ്ഗാണ്. കാരണം നല്ല ക്യൂട്ടായിട്ടുള്ള, അത്യാവശ്യം നല്ല സൈസിലും വരുന്ന, അതായത് ഇതിൽ 640 ml ആണ് കേട്ടോ ഇതിന്റെ കപ്പാസിറ്റി. അപ്പം അത്യാവശ്യം ഒരു സൈസ് വരുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ വരുന്ന ഒരു മഗ്ഗാണ്. സ്റ്റീലിന്റെ തന്നെയാണ് വരുന്നത്. നല്ല വെയിറ്റുള്ള സ്റ്റീലിലാണ് വരുന്നത്. നല്ല ഫിനിഷിംഗ് ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അതുപോലെ അത് കാണാനും നല്ല ഭംഗിയുണ്ട്. നമുക്ക് എന്താ പറയാ, പെട്ടെന്നുള്ള ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരുന്ന ഒരു മഗ്ഗാണ്. നമുക്കിത് ചായ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റോപ്പിലോ ഇനി അതല്ല ഇൻഡക്ഷൻ കുക്കറിലൊക്കെ വെക്കാൻ പാകത്തിനാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ പ്രൈസ് വന്നിട്ട് 255 രൂപയാണ്. ആ ഒരു പ്രൈസിന് വേർത്തുള്ള പ്രൊഡക്റ്റ് ആണ്. അടുത്ത പ്രൊഡക്റ്റ് ഇതൊരു ഇഡ്ഡലി ചെമ്പാണ് കേട്ടോ. അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ ആർക്കും പറയാതിന്. നമുക്ക് സ്റ്റീമർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ സ്റ്റീമറിന്റെ ആ ഒരു സ്റ്റാൻഡിൽ ഇട്ട് അപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഇഡ്ഡലി തട്ടായിട്ട് വരുന്നതാണ്. അപ്പൊ അതിന്റെ ലിഡ് ഇങ്ങനെയാണ്, സ്റ്റീൽ തന്നെയാണ് വരുന്നത്. പിന്നെ ഇഡ്ഡലി ആ ഒരു തട്ടുണ്ടല്ലോ, ആ ഒരു മോൾഡ് ഇതുപോലെയാണ് വരുന്നത്. 2 സ്റ്റാൻഡായിട്ടാണുള്ളത്. പിന്നെ അതിന്റെ ബേസ്, അതായത് ആ ഒരു പോട്ട് വരുന്നത് ഇങ്ങനെയാണ്. പോട്ട് നമുക്ക് കുക്കിംഗ് പോട്ടായിട്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയും വെയിറ്റുള്ള സ്റ്റീലിലല്ല, ഒരു നോർമൽ വെയിറ്റ്ലെസ് ആയിട്ടുള്ള സ്റ്റീലിലാണ് വരിക. അപ്പൊ അത് കുക്കിംഗ് പോട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇതുപോലെ ഇഡ്ഡലി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ സ്റ്റീം ചെയ്തെടുക്കാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതിന്റെ ഈ ഒരു ഇഡ്ഡലി തട്ട് എന്നാട്ട് നമ്മൾ പറയാം. ഇഡ്ഡലി തട്ട് ഇങ്ങനെ വരുന്നത് 2 എണ്ണമായിട്ടാണ്. അത് നമ്മൾ വെക്കുമ്പോൾ ജസ്റ്റ് ഒന്നിന്റെ മേലെ ഒന്നായിട്ട് വെച്ചു കൊടുത്തിട്ട് ഇതുപോലെ വേണമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സംഭവം ഇതിന്റെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അങ്ങനെ യൂസ് ചെയ്യുക. ഞാൻ അല്ലാന്നുണ്ടെങ്കിൽ ഇതിട്ട് കൊടുത്തോളണമെന്നില്ല കേട്ടോ, അങ്ങനെ യൂസ് ചെയ്യട്ടെ. അപ്പോൾ ഒരേ ടൈമിൽ 8 ഇഡ്ഡലി വരെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ ഒരു ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി അത്യാവശ്യം വലിപ്പത്തിലുള്ള ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ കഴിയുന്നതും. അപ്പോൾ ഒരു ചെറിയ ഫാമിലിക്കൊക്കെ ഭയങ്കര ഉപകാരപ്രദമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതിന്റെ പ്രൈസ് 386 രൂപയായിരുന്നു. ആ ഒരു പ്രൈസിന് എക്സ്ട്രാ വർത്തായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ 2 ഹാൻഡിലും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൈ ചൂടാവാതെ ഇഡ്ഡലി എന്താ പറയാ പുറത്തേക്ക് എടുക്കാനും ഒക്കെ യൂസ്ഫുൾ ആണ്. എന്തായാലും അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഇതൊരു അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതെന്താന്ന് വെച്ചാൽ നമുക്ക് തേങ്ങ, അതായത് പൊളിച്ചെടുത്ത തേങ്ങ നമ്മൾ പൊട്ടിക്കല്ലോ, സാധാരണ നമ്മൾ കത്തി വെച്ചിട്ടല്ല പൊട്ടിക്കുക. അപ്പം അതിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത് തേങ്ങ പൊട്ടിച്ചതിന് ശേഷം ഓപ്പൺ ചെയ്യാനുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഷാർപ്പായിട്ടുള്ള സംഭവമില്ല, അതിന്റെ മേലെ വെച്ചിട്ട് തേങ്ങ നമ്മൾ അങ്ങോട്ട് തച്ച് പൊട്ടിക്കാണ്ട് ചെയ്യുക. അതായത് നല്ല ശക്തിയിൽ അതിന്റെ മേലേക്ക് ഇങ്ങനെ ഇടിക്കുമ്പോൾ തേങ്ങ ജസ്റ്റ് ഓപ്പൺ ആയി വന്നോളും. അപ്പം തേങ്ങ ഓപ്പൺ ആയി വരുന്ന ടൈമിൽ അതിന്റെ വെള്ളം ഈ ഒരു പ്ലേറ്റിലും അങ്ങ് കിടന്നോളൂ കേട്ടോ. അങ്ങനെയാണ്. അപ്പം ഈ ഒരു എന്താ പറയാ, ഈ ഒരു ബ്ലേഡ്, ഈ സംഭവം ഉണ്ടല്ലോ, ഇതെന്താന്ന് വെച്ചാൽ പൊളിച്ചതിന് ശേഷം തേങ്ങ ഓപ്പൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇതെങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ളത് എനിക്കറിയില്ല. അപ്പം അതിന്റെ പ്രൈസ് 170 രൂപയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഇതൊരു എന്താ പറയാ, 2 എണ്ണം വരുന്ന ഒരു സെറ്റാണ്. ഓർഗനൈസർ ആണ്, മൾട്ടി പർപ്പസ് യൂസേജ് ഉള്ള ഒരു ഓർഗനൈസർ ആണ്. അതായത് നമുക്കിതിൽ ടൂത്ത് ബ്രഷ് വേണമെങ്കിൽ ഇട്ട് വെക്കാം,
അതല്ല പെന്ന് പെൻസിൽ അങ്ങനെയുള്ള ഐറ്റംസ് വേണമെങ്കിൽ ഇട്ട് വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ റിമോട്ടൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മൊബൈലൊക്കെ ചാർജ് ചെയ്യുമ്പോൾ ഇട്ട് വെക്കാൻ വേണ്ടി, അങ്ങനെയൊക്കെ മൾട്ടി പർപ്പസ് ആയുള്ള യൂസേജ് ഉള്ള 2 ഓർഗനൈസേഴ്സ് ആണ്. രണ്ടെണ്ണത്തിലൊരു സെറ്റാണ്. പ്ലാസ്റ്റിക് ആണ്, നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല 2 അടിപൊളി കളറിലാണ് വരുന്നത്. പിന്നെ ഇതുപോലെ സെൽഫ് അഡ്ഹസീവ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാൾ ചീത്താവാതെ നമുക്കിത് ഇതുപോലെ ജസ്റ്റ് ഹുക്ക് ചെയ്തിടാനും കഴിയും. അപ്പൊ ഇതിന്റെ പ്രൈസ് രണ്ടെണ്ണത്തിനും കൂടെ 85 രൂപയായിരുന്നു. ആ ഒരു പ്രൈസിന് എക്സ്ട്രാ വർത്തുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാ പ്രൊഡക്ട്സിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ട്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതിക്കോട്ടെ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ